CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളായി. UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ എത്തുന്നതോടെ പോരാട്ട ചിത്രത്തിന് വ്യക്തമാകും. കാലാവധി അവസാനിക്കുന്ന വേളയിൽ നഗരസഭാ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഒത്തുചേരൽ. മണ്ണാർക്കാട് കണ്ടമംഗലം പുറ്റാനിക്കാട് അതിർത്തി തർക്കത്തിൽ മണ്ണാർക്കാട് CAയെ മർദ്ദിച്ച പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന വേളയിൽ നഗരസഭാ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഒത്തുചേരൽ നടന്നു. 5 വർഷക്കാലത്തെ കൗൺസിലർമാരുടെ അഭിപ്രായം പങ്കുവയ്ക്കൽ എന്നിവയും നടന്നു. നഗരസഭാ അംഗം രാധിക രാജേന്ദ്രന്റെ ഗാനത്തോടെയാണ് അംഗങ്ങൾ നഗരസഭയിൽ നിന്നും പടിയിറങ്ങിയത്. ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന വേളയിലാണ് നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. 5 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു. ചില കൗൺസിലർമാർ തുടർന്നും ജനവിധി തേടുന്നുണ്ട്. തങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒട്ടേറെ ഓർമ്മകളാണ് ഇവർ പങ്കുവച്ചത്. 5 വർഷം സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് നന്ദി അറിയിച്ചു. 32 പേരോടും ഞാൻ 33ാമത്തെയാണ് 32 പേരോടും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എല്ലാവർക്കും അറിയാം. എല്ലാവരും വിജയിക്ക് പേര് കൊടുക്കണം ചെയ്യാണ്. അങ്ങനെ വലിയ സൗഹൃദമല്ല. എന്നെ ഒറ്റയ്ക്കാക്കില്ല വിജയിച്ച്. എന്തൊരു പ്രവർത്തനം ഉണ്ടെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ എൻ്റെ എന്താ പറയാ പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ വന്നൊരു പരാതി ടൂറൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ കാരണം. ഞാൻ തന്നെയാണ്. കൗൺസിലർ രാധിക രാജേന്ദ്രന്റെ ഗാനത്തോടെയാണ് 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി അംഗങ്ങൾ നഗരസഭയിൽ നിന്നും പടിയിറങ്ങിയത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളായി. UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ എത്തുന്നതോടെ മാത്രമേ പോരാട്ട ചിത്രം വ്യക്തമാവുകയുള്ളൂ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളായി. ചെർപ്പുളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുതിർന്ന നേതാവ് C രാഘവൻ, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം N സുകുമാരൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നിർമ്മല, പുരോഗമന കലാ സാഹിത്യ സംഘം കാറൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റും റിട്ടയർഡ് അധ്യാപകനുമായ KK മുസ്തഫ എന്നിവർ സ്ഥാനാർത്ഥികളാണ്. 25ാം വാർഡിൽ ഇത്തവണ LDF സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിരുന്ന K കൃഷ്ണദാസ്, C ഹംസ എന്നിവർ ഇത്തവണ മത്സര രംഗത്തില്ല. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും ഇത്തവണ കൂടുതൽ അവസരം നൽകിയിട്ടുണ്ട്. UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ എത്തുന്നതോടെ മാത്രമേ പോരാട്ട ചിത്രം വ്യക്തമാകുകയുള്ളൂ. 1ാം വാർഡിൽ മിനി നാരായണൻകുട്ടി, 2ൽ P ഉമ്മർ, 3ൽ P രാമചന്ദ്രൻ, 4ൽ V വിനോദ്, 5ൽ T ജ്യോതി, 6ൽ KK മുസ്തഫ, 7ൽ K നിർമ്മല, 8ാം വാർഡിൽ P അംബിക, 9ൽ C കമലം, 10ൽ സാദിഖ് ഹുസൈൻ, 11ൽ സതീദേവി, 12ാം വാർഡിൽ സുഹ്രാബി പാറയിൽ, 13ൽ VP ഷമീജ്, 14ൽ N സുകുമാരൻ, 15ൽ PA ഷാബു, 16ാം വാർഡിൽ ബിന്ദു സുകുമാരൻ, 17ൽ വിഷ്ണു, 18ൽ സഫ്ന പാറക്കൽ, 19ൽ സരോജിനി, 20ാം വാർഡിൽ ആയിഷ, 21ാം വാർഡിൽ നബീസ, 22ൽ റഷീദ് കൂടമംഗലം, 23ൽ C രാഘവൻ, 24ൽ K കുട്ടൻ, 25ൽ ഏറത്ത് വീരാൻ, 26ൽ വത്സല രാമു, 27ൽ TK സലാം, 28ാം വാർഡിൽ ഉഷ, 29ൽ K മണികണ്ഠൻ,
30 പി മിനി ജയൻ, 31 ദിവ്യ രവിശങ്കർ, 32 KT പ്രമീള, 33 ഐശ്വര്യ രഘുരാജ് എന്നിവരാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ജനവിധി തേടുന്നത്. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ 13-ാം വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF കൺവെൻഷനും സ്ഥാനാർത്ഥി നിർണയവും നടന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി രാമൻകുട്ടി ഗുപ്തൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉറുദു പ്രസിദ്ധീകരണങ്ങളുടെ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച ചശ്മയെ ഉറുദു മാഗസിൻ മലയാളികളായ ഉറുദു സ്നേഹികളുടെയും വിദ്യാർത്ഥികളുടെയും സർഗാത്മക രചനകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ലോക ഉറുദു ദിനത്തിൽ ചശ്മയെ ഉറുദു മാഗസിൻ പ്രകാശനം നിർവഹിച്ചതിലൂടെ കേരളത്തിൽ നിന്നും സ്ഥിരമായി ഒരു ഉറുദു മാഗസിൻ പുറത്തിറക്കുക എന്ന ലക്ഷ്യത്തിനാണ് ആരംഭം കുറിച്ചത്. ചശ്മയെ ഉറുദു മാഗസിൻ ആദ്യ ലക്കത്തിന്റെ പ്രകാശനം മലപ്പുറം MLA പി ഉബൈദുള്ള KUTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ കടമ്പോട്ടിന് നൽകി നിർവഹിച്ചു. CCN മലപ്പുറം. തിരഞ്ഞെടുപ്പ് ചൂടിനോടടുത്തിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും. ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായ ശ്രീകൃഷ്ണപുരത്ത് പതിവ് പോലെ കോൺഗ്രസും CPM-ഉം തമ്മിൽ തന്നെയായിരിക്കും പ്രധാന മത്സരം നടക്കുക. BJP-യും മത്സരരംഗത്ത് ശക്തി തെളിയിക്കും. CPM-നോടൊപ്പം നിന്നിട്ടുള്ള ചരിത്രമാണ് ശ്രീകൃഷ്ണപുരത്തിനുള്ളതെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം ശ്രദ്ധേയമായിരുന്നു. നിലവിലുള്ള ഭരണസമിതിയിൽ ആകെയുള്ള 14-ൽ 8 CPM-ഉം 5 കോൺഗ്രസിനുമാണ്. ഒരു സീറ്റ് CPI-ക്കും ലഭിച്ചിട്ടുണ്ട്. 2 വാർഡുകളിൽ നിസ്സാര വോട്ടുകൾക്കാണ് കോൺഗ്രസ് പരാജയപ്പെട്ടതെന്നും ശ്രദ്ധേയമാണ്. ഇത്തവണ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതേസമയം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന് തുടർച്ചയായി ലഭിക്കുന്ന പുരസ്കാരങ്ങളും തന്നെയായിരിക്കും CPM-ന്റെ പ്രധാന പ്രചരണായുധം. എന്നാൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ വെറും പുകമറയാണെന്ന പതിവ് വാദമായി തന്നെയായിരിക്കും കോൺഗ്രസ് പ്രചരണ രംഗത്തിറങ്ങുകയെന്ന് വേണം അനുമാനിക്കാൻ. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള നേരിട്ട പോരാട്ടം നടക്കുന്ന അപൂർവം പഞ്ചായത്തുകളിലൊന്നാണിത്. ജനകീയരായ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള ശ്രമത്തിലാണ് CPM-ഉം കോൺഗ്രസും BJP-യും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇത്തവണ ഇവിടെ വനിതാ സംവരണമാണ്. നിലവിലെ സാഹചര്യത്തിൽ CPM-ലെയും കോൺഗ്രസിലെയും പ്രമുഖ നേതാക്കളിൽ പലരും ഇത്തവണ മത്സരരംഗത്തുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കണ്ടമംഗലം പുറ്റാനിക്കാട് അതിർത്തി തർക്കത്തിൽ മണ്ണാർക്കാട് CIയെ മർദ്ദിച്ച പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രധാന പ്രതിയായ ഒരാളെ ഇനിയും പിടികൂടാനുണ്ട്. കണ്ടമംഗലം പുറ്റാനിക്കാട് മാമ്പറ്റ ശിവക്ഷേത്ര കവാടത്തിന്റെ അതിർത്തി തർക്കത്തിൽ മണ്ണാർക്കാട് CIക്ക് മർദ്ദനമേറ്റ സംഭവം. പ്രതികളെ തെളിവെടുപ്പ് നടത്തി. പുറ്റാനിക്കാട് ഐനെല്ലി പോക്കർ, മകൻ റഷീദ്, ഷാഹിദ് എന്നിവരെയാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച CIPM ലിബിയെ പ്രതികൾ തിരിച്ചറിഞ്ഞു. കുറ്റം സമ്മതിച്ചു. ഇന്നലെ രാവിലെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മാമ്പറ്റ ശിവക്ഷേത്ര കവാടം സ്ഥാപിച്ചത് തന്റെ മതിലിനോട് ചേർന്നാണെന്നും കമാനം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐനെല്ലി പോക്കർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യം പരിശോധിക്കാൻ കോടതി CIക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി രാവിലെ പ്രദേശത്തെത്തിയ മണ്ണാർക്കാട് CI ലിബിയും സംഘവും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. കമാനം ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയെന്ന് നിഗമനത്തിലെത്തി. ഇതിനെ തുടർന്ന് പോക്കറുടെ മക്കളായ ഷാഫി, റഷീദ് എന്നിവർ ജീപ്പിലേക്ക് കയറാൻ ഒരുങ്ങിയ CIയെ മുഖത്ത് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് പോക്കർ, ഷാഹിദ് എന്നിവരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. CIയെ മർദ്ദിച്ച പോക്കറുടെ മകൻ റഷീദിനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതിയായ പോക്കറുടെ മറ്റൊരു മകൻ ഷാഫിയെ ഇനിയും പിടികൂടാനുണ്ട്. ഇതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുമരംപുത്തൂർ പഞ്ചായത്തുകളിലെ കർഷക സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കാൻ 10-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. നിരോധനാജ്ഞ കഴിയുന്ന മുറയ്ക്ക് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായും തീരുമാനിച്ചു. സൈലന്റ് വാലി വനമേഖലയുടെ പരിസ്ഥിതി ലോല സംരക്ഷണത്തിനായി ESA പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർഷകർ ആശങ്കയിലായതോടെ കോട്ടോപ്പാടം, കുമരംപുത്തൂർ പഞ്ചായത്തുകളിലെ കർഷക സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മേക്കളപ്പാറ, പൊതുവപ്പാടം, മൈലാമ്പാടം, കാരാപ്പാടം മേഖലയിലെ കർഷകരും നാട്ടുകാരുമാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കർഷകനെ ഇതൊന്നും ചെയ്യുന്ന ആളല്ല. ഇപ്പോൾ അന്നവിടെ യോഗത്തിൽ സൈലന്റ് വാലിയിലെ വാർഡ് ഒരു IAS ഉദ്യോഗസ്ഥ പങ്കെടുത്ത് പറഞ്ഞത്
ഇത് ഇപ്പോൾ ഈ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലവും എല്ലാം ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ടാണ്. അത് തന്നെ MLA പറഞ്ഞത്. MLA ഉൾക്കൊള്ളുന്ന കമ്മിറ്റി അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത്. ജനവാസ മേഖലയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കൊടുത്തത് എന്ന് അവിടെ പ്രസന്റ് ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിലൊരു ആശങ്കപ്പെട്ട് നിൽക്കുന്നത് ഇതെത്ര ഒരു വില്ലേജ് 12 വില്ലേജ്, നമ്മുടെ താലൂക്കിൽ 8 വില്ലേജ്, 4 വില്ലേജ് മലപ്പുറം, നിലമ്പൂർ താലൂക്ക്. ഈ 8 വില്ലേജിൽ ഒരു വില്ലേജിൽ നിന്ന് എത്ര സ്ഥലം അല്ലെങ്കിൽ വനമായിട്ട് കിടക്കുന്നതാണോ അത് മാത്രമാണോ എടുത്തിരിക്കുന്നത്? അങ്ങനെ വിജ്ഞാനത്തിൽ കൃത്യമായി പറയുന്നത്. വന്യമൃഗശല്യം, വനനിയമം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കാൻ 10 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കേന്ദ്രതലത്തിൽ നിവേദനം സമർപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. നിരോധനാജ്ഞ കഴിയുന്ന മുറയ്ക്ക് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായും തീരുമാനിച്ചു. വർഷങ്ങളായി കാലങ്ങളായി താമസിച്ചു വരുന്ന ആളുകൾ, വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന ആളുകൾ, കൃഷി മുന്നോട്ട് പോകാൻ പറ്റാതെ ആശങ്കാകുലരായിരിക്കുന്ന ആളുകൾ, നിരാശയിൽപ്പെട്ട് കഴിയുന്ന ആളുകളെ വീണ്ടും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനമാണ്. ഏരിയൽ ഡിസ്റ്റൻസ് പ്രകാരമാണെങ്കിൽ വനാതിർത്തിക്ക് പുറത്തേക്ക് വരും എന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറ്റുന്നില്ല. ഇതിനകത്ത് ഈ പയ്യനടം വില്ലേജിൽ അതുപോലെ തന്നെ കോട്ടപ്പാടം വില്ലേജുകളിലൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ, എത്ര ഏരിയ, ആ വില്ലേജിലെ എത്ര സ്ഥലങ്ങൾ, ഇത്ര ഏക്കറുകൾ വരും എന്ന് കൃത്യമായി പറയാൻ വനം ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ല. ചില MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും ഇതിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല എന്നാണ് അവർ പറയുന്നത്. കോട്ടപ്പാടം പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൻ തോമസ്, കുമരംപുത്തൂർ പഞ്ചായത്ത് അംഗം ജോസ് കൊല്ലിയിൽ, കർഷകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ UDF സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും UDF ഭരണത്തിലേറുമെന്ന് UDF നിയോജക മണ്ഡലം ചെയർമാൻ TA സലാം പറഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ മണ്ണാർക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിലെയും അട്ടപ്പാടി, മണ്ണാർക്കാട് ബ്ലോക്കുകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള UDF സീറ്റ് വിഭജന ചർച്ചയാണ് പൂർത്തിയായത്. മുന്നണിയിലെ ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിയാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. എടത്തനാട്ടുകരയും അലനല്ലൂരും ഉൾപ്പെടുന്നതാണ്. 2 മേഖലകളായിട്ടാണ് അലനല്ലൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നു വരുന്നത്. അതിൽ 10 സീറ്റുകളാണ് എടത്തനാട്ടുകര മേഖലയിലുള്ളത്, 13 സീറ്റുകളാണ് അലനല്ലൂർ മേഖലയിലുള്ളത്. 5 സീറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു എടത്തനാട്ടുകരയിൽ, 5 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സരിക്കും. അലനല്ലൂർ മേഖലയിലേക്ക് കടന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ 5 സീറ്റിൽ മത്സരിക്കുമ്പോൾ 8 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. അങ്ങനെ കോട്ടപ്പാടം പഞ്ചായത്തിലാണെങ്കിലും ഇതേപോലെ തന്നെ കോട്ടപ്പാടം പഞ്ചായത്തിൽ മൊത്തം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 13 സീറ്റിൽ മത്സരിക്കുന്നു, 9 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നു. മൊത്തം 22 വാർഡുകളാണ് അവിടെയുള്ളത്. പുത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്രാവശ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ 8 സീറ്റിലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 7 സീറ്റിലും, കേരള കോൺഗ്രസ് 1 സീറ്റിലും, മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഏകോപന സമിതി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ സംഘം CMP നയിച്ചതുകൊണ്ട് അവരവിടെ 2 സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് തെങ്കര ഗ്രാമപഞ്ചായത്താണ്. തെങ്കര ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 7 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 8 സീറ്റിലും ഘടകകക്ഷിയായ CMPക്ക് 2 സീറ്റും കൊടുത്ത് അങ്ങനെ മുന്നണി ബന്ധം ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി വളരെ ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 29 വാർഡുകളുള്ള മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ 13 വാർഡുകളിൽ 13 വാർഡുകൾ UDFനും 13 വാർഡുകൾ LDFനുമായി ഒരു നറുക്കെടുപ്പിലൂടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭരണം കിട്ടിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ 11 സീറ്റിലാണ് മത്സരിക്കുന്നത്, 16 സീറ്റിലാണ് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിന് 2 സീറ്റുണ്ട്. കേരള കോൺഗ്രസ് മീൻസ് കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ്.
മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നും ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിക്കാറ്. 9 സീറ്റിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത്. 8 സീറ്റിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ മത്സരിക്കുന്നത്. മൊത്തം 17 വാർഡുകളാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുക. അട്ടപ്പാടി മേഖല, അട്ടപ്പാടി ബ്ലോക്ക്, അവിടെ 3 പഞ്ചായത്താണല്ലോ ഉള്ളത്. ആ 3 പഞ്ചായത്തിലും തന്നെ നല്ല രീതിയിൽ സീറ്റ് വിഭജന ചർച്ച. മഞ്ചേരി എടവണ്ണ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി എടവണ്ണ മുണ്ടേങ്ങരയിലെ ഗ്രൗണ്ടിനോട് ചേർന്ന റവന്യൂ ഭൂമി അളന്നു തിരിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മടങ്ങി. എടവണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനീഷ് കെ തങ്കച്ചന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എടവണ്ണ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി കണ്ടെത്തിയ എടവണ്ണ മുണ്ടേങ്ങരയിലെ റവന്യൂ ഭൂമി അളന്ന് തിരികെ എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് DV ഉഷ നായരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. എടവണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനീഷ് കെ തങ്കച്ചന്റെയും സബ് ഇൻസ്പെക്ടർ വിജയരാജന്റെയും നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 5.5 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 1.5 ഏക്കർ സ്ഥലത്താണ് പഞ്ചായത്ത് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വരുന്ന റവന്യൂ വകുപ്പിന്റെ സ്ഥലവും പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. പ്രദേശത്തെ ഒട്ടേറെ ആളുകൾക്കും വിവിധ സ്കൂളുകളും നിലവിൽ ആശ്രയിക്കുന്ന ഗ്രൗണ്ടിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയിരുന്നത്. അതേസമയം എടവണ്ണ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലവും ഈ ഗ്രൗണ്ടിനോട് ചേർന്നാണ്. പോലീസ് സ്റ്റേഷൻ പ്രദേശത്തേക്ക് മാറ്റാനുള്ള നീക്കത്തെ എന്തുവില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള റവന്യൂ ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൂടുതൽ ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്ന തീരുമാനത്തിലാണ് സംഘം മടങ്ങിയത്. CCN മഞ്ചേരി. നവംബർ 9 ലോക ഉറുദു ദിനത്തിൽ മലയാളികൾക്കായി ഒരു ഉറുദു മാഗസിൻ. കേരളത്തിലെ ഉറുദു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പഠനാർഹമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ആവാസ് ഉറുദു കേരളയുടെ ചശ്മയെ ഉറുദു മാഗസിൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഉറുദു സ്നേഹികളുടെ കൂട്ടായ്മയായ ആവാസ് ഉറുദു കേരളയാണ് മാഗസിൻ പുറത്തിറക്കിയത്. കേരളത്തിലെ ഉറുദു പ്രസിദ്ധീകരണങ്ങളുടെ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച ചശ്മയെ ഉറുദു മാഗസിൻ മലയാളികളായ ഉറുദു സ്നേഹികളുടെയും വിദ്യാർത്ഥികളുടെയും സർഗാത്മക രചനകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ലോക ഉറുദു ദിനത്തിൽ ചശ്മയെ ഉറുദു മാഗസിൻ പ്രകാശനം നിർവഹിച്ചതിലൂടെ കേരളത്തിൽ നിന്നും സ്ഥിരമായി ഒരു ഉറുദു മാഗസിൻ പുറത്തിറക്കുക എന്ന ലക്ഷ്യത്തിനാണ് ആരംഭം കുറിച്ചത്. ചശ്മയെ ഉറുദു മാഗസിൻ ആദ്യ ലക്കത്തിന്റെ പ്രകാശനം മലപ്പുറം MLA P. ഉബൈദുള്ള KUTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ കടമ്പോട്ടിന് നൽകി നിർവഹിച്ചു. CCN മലപ്പുറം. വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നുവന്ന 70ഓളം പേർക്ക് സ്വീകരണം. വെൽഫെയർ പാർട്ടി മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്ത് 2ാം വാർഡ് തടത്തിൽ കോളനിയിൽ നിന്നും പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവന്ന 70ഓളം പ്രവർത്തകർക്കാണ് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും നടന്നത്. മുന്നാക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് ഇടത് സർക്കാർ ഏർപ്പെടുത്തിയ സംവരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ തത്വത്തെ നിരാകരിക്കുന്നതും സംഘ് പരിവാർ ലക്ഷ്യം വെക്കുന്ന സവർണാധിപത്യത്തെ സ്ഥാപിക്കുന്നതുമാണെന്ന് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. വെൽഫെയർ പാർട്ടി പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സലാം കീഴ്പത്തൂർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സമിതി അംഗം ജംഷീൽ അബൂബക്കർ മുഖ്യപ്രഭാഷണവും മണ്ഡലം പ്രസിഡന്റ് PC അബ്ദുൽ മജീദ് മാസ്റ്റർ ആശംസയും അറിയിച്ചു. ജയചന്ദ്രൻ സ്വാഗതവും അബൂബക്കർ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ഒറ്റപ്പാലം തോട്ടക്കര പോസ്റ്റ് ഓഫീസിന് സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിൽ നഗരസഭ സ്ഥാപിച്ച ബോർഡിൽ എഴുതിയ പേര് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. പ്രാദേശിക റോഡുകളുടെ പേരറിയുന്നതിനു വേണ്ടി സ്ഥാപിച്ച ബോർഡുകളിലാണ് വ്യത്യസ്ത പേരുകൾ. വ്യക്തത വരുത്തണമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരണംകോട് ആവശ്യപ്പെട്ടു. തോട്ടക്കര പോസ്റ്റ് ഓഫീസിന് സമീപം കൂടി കടന്നു പോകുന്ന റോഡിൽ നഗരസഭ സ്ഥാപിച്ച ബോർഡിൽ എഴുതിയ പേരാണ് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. വക്കീൽ V. രാമൻ നായർ റോഡ് എന്ന പഴയ നഗരസഭയുടെ ബോർഡിന് സമീപം പുതിയ ബോർഡ് വന്നപ്പോൾ ഈ പേര് പാണംപള്ളിയാലിൽ LP സ്കൂൾ റോഡ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഏകദേശം 4 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ബോർഡുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ പേര് വന്നിരിക്കുന്നത്. ഇതിന് സമീപം നഗരസഭ സ്ഥാപിച്ച പഴയ ബോർഡ് വക്കീൽ
PLV രാമൻ നായർ റോഡ് എന്നാണ്. എന്നാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതിനു ശേഷം പഴയ ബോർഡ് നീക്കം ചെയ്യാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായിരിക്കുന്നത്. നഗരസഭ ജനങ്ങളുടെ ഈ ആശയക്കുഴപ്പം ഉടൻ പരിഹരിച്ച് ഈ പേരിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരണംകോട് ആവശ്യപ്പെട്ടു. പഴയകാലത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന നമ്മുടെ ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമോദയത്തിലുള്ള ഈ പേരിലുള്ള ഈ റോഡ് അതിന് ചരിത്രം മറക്കുന്ന രീതിയിലുള്ള അമ്പലപ്പാറ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കടമ്പൂരിൽ പനിയൂർക്കാവിന് സമീപം നിർമ്മിക്കുന്ന 12 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ജലസംഭരണിയുടെ നിർമ്മാണമാണ് പൂർത്തിയാകുന്നത്. ജലസംഭരണിയുടെ പ്ലാസ്റ്ററിംഗ്, പെയിന്റിംഗ്, സംഭരണിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, കോണിപ്പടിയിൽ കൈവരികൾ സ്ഥാപിക്കൽ എന്നീ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മീറ്റ്നയിൽ നിർമ്മിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ജലസംഭരണിയുടെ ബാക്കി പണികൾ കൂടി പൂർത്തിയാക്കുമെന്ന് ജല അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പി ഉണ്ണി MLAയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി മുഖാന്തരം 11.5 കോടി രൂപ ചിലവഴിച്ചാണ് ഒന്നാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട ജലസംഭരണിയുടെയും ജലശുദ്ധീകരണശാലയുടെയും നിർമ്മാണം നടക്കുന്നത്. ഒറ്റപ്പാലത്തെ മീറ്റ്നയിലെ ഭാരതപ്പുഴ തടയണ പ്രദേശത്ത് നിന്ന് വെള്ളമെടുത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റ് മുഖാന്തരം കടമ്പൂരിലെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുകയാണ് പദ്ധതി. ഇവിടെ നിന്നാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി വീടുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുക. ജലസംഭരണിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 1600-ലേറെ കുടുംബങ്ങൾക്ക് ഇതുവഴി കുടിവെള്ളമെത്തും. ഒന്നാം ഘട്ടത്തിൽ 8.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി മുരുക്കുംപറ്റ പച്ചിലക്കുണ്ടിൽ നിർമ്മിച്ചിരുന്നു. CCN ഒറ്റപ്പാലം. എലംകുളം പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇടതുമുന്നണി പ്രഖ്യാപിച്ചു. പ്രധാന കക്ഷിയായ CPIM 13 സീറ്റിലും CPI 3 സീറ്റിലും മത്സരിക്കും. CPIM നേതാവും പാർട്ടി ഏരിയ സെന്റർ അംഗവുമായ NP ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ CPIM മത്സരത്തിനിറക്കുന്നു എന്നത് ഇപ്രാവശ്യത്തെ പ്രത്യേകതയാണ്. പരിചയസമ്പത്തിനും പുതുമുഖങ്ങൾക്കും ഇടതുമുന്നണി ഇത്തവണ പരിഗണന നൽകിയിട്ടുണ്ട്. കാലാവധി തീരുന്ന ഭരണസമിതിയിലെ 2 വനിതാ അംഗങ്ങൾ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. 2ാം വാർഡിലെ സ്ഥാനാർത്ഥി വിജയലക്ഷ്മി ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ 7 പേർ പുരുഷന്മാരും 9 പേർ വനിതകളുമാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA അജയ്കുമാർ, CPI ലോക്കൽ സെക്രട്ടറി MR മനോജ് എന്നിവർ മത്സര രംഗത്തുണ്ട്. നിലവിലുള്ള ഭരണസമിതിയിലെ 2 വനിതാ അംഗങ്ങളായ അനിത പള്ളത്ത്, വിജയലക്ഷ്മി എന്നിവർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. SFIയുടെ പെരിന്തൽമണ്ണ ഏരിയ സെന്റർ അംഗം കൂടിയായ നീരജ 1ാം വാർഡിൽ ജനവിധി തേടുന്നു. കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുൻ ലീഗ് സ്ഥാനാർത്ഥി കൂടിയായ മറിയ മല്ലിശ്ശേരി ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 9ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഏലംകുളം ഡിവിഷനിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ N വാസുദേവൻ, കുന്നക്കാവ് ഡിവിഷനിൽ ഇടതുപക്ഷ സ്വതന്ത്രനായ തൂളിയത്ത് ഷൌക്കത്ത് അലി എന്നിവർ സ്ഥാനാർത്ഥികളാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപേ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഇടതുമുന്നണി ഒരു പടി മുന്നിലാണ് പഞ്ചായത്തിൽ. 1ാം വാർഡിൽ AK നീരജ, 2ാം വാർഡിൽ K വിജയലക്ഷ്മി, 3ാം വാർഡിൽ CC ശങ്കരൻ മാസ്റ്റർ, 4ാം വാർഡിൽ P സുധീർ ബാബു, 5ൽ സമത് താമരശ്ശേരി, 6ൽ A ശിവരാമൻ മാസ്റ്റർ, 7ൽ MR മനോജ്, 8ാം വാർഡിൽ MV പ്രസന്നകുമാരി, 9ാം വാർഡിൽ മറിയ മല്ലിശ്ശേരി, 10ൽ സ്വപ്ന P, 11ൽ NP ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, 12ാം വാർഡിൽ MA അജയകുമാർ, 13ാം വാർഡിൽ അനിത പള്ളത്ത്, 14ൽ സാവിത്രി C, 15ൽ തുളസി K, 16ാം വാർഡിൽ വനിത P എന്നിവരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. അതേസമയം UDFും BJPയും ഇതുവരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ നടത്തിയ കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് വിതരണം നഗരസഭ അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അപക്വമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്ന് വനിതാ കൗൺസിലർ റജീന ഷൈജൽ. അനാവശ്യമായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളാണ് ഇതെന്നും റജീന ഷൈജൽ പറഞ്ഞു. ഈ ബില്ലുകളിലെ പല ബില്ലുകളും നമ്മുടെ പേരില്ലാത്ത ബില്ലുകൾ വരെ മുനിസിപ്പാലിറ്റി പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു ബില്ല് അടിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഏത് പേഷ്യന്റിനാണ് എന്ന് പോലും അറിയാതെ അങ്ങനത്തെ ബില്ലുകൾ അതിലുണ്ട്. അതുപോലെ വിദേശത്തുള്ളവർക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ബില്ലുകളിലും അതുപോലെ സാന്ത്വനത്തിൽ രജിസ്റ്റർ ചെയ്യാതെ
സാന്ത്വനത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത നിരവധി പേഷ്യൻസിന് അതിൽ മരുന്ന് കൊടുത്തതായി കാണപ്പെട്ടു. ഇതെല്ലാം തെളിവ് ഉണ്ടായതുകൊണ്ടാണ് ലാസ്റ്റ് കൗൺസിലിൽ, ഇനി ഒരു കൗൺസിലില്ല, അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങുന്നതിന്റെ മുമ്പ് ആ കൗൺസിലിനെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഞാൻ അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ തികച്ചും രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ എന്താ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും അവിടെ മത്സരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് അവർ പറയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കിഡ്നി ക്യാൻസർ രോഗികൾക്കും മറ്റു കിടപ്പിലായ രോഗികൾക്കും സാന്ത്വനം പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുന്ന് വിതരണം ചെയ്യുന്നതിനുണ്ടാക്കിയ പദ്ധതി കാലയളവ് തീരുന്നതിന് മുൻപേ ഫണ്ട് തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായതുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ ചോദ്യത്തിന് മറുപടി നൽകാതെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചെയർമാനും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും അപക്വമായ പ്രസ്താവനയിലൂടെ അവകാശ ലംഘനം നടത്തിയിരിക്കുകയാണെന്നും ആരോപിച്ചു. അപ്പോൾ അതെല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചതാണ് തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നുള്ളൊരു മറുപടി ഞാൻ കൊടുത്തതാണ്. ഇവിടെ ഹാജരാക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഇന്നലെ നടത്തിയ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു പ്രസ്താവനയുമായി വന്നിട്ടുള്ളത്. കാരണം അവരൊക്കെ ഞാൻ ആ കൗൺസിലിൽ ആ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇവരെല്ലാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് ചെയർപേഴ്സണും എല്ലാം എൻ്റെ മുന്നിലുണ്ട്. അവർക്ക് ഇതിന് തെളിവുണ്ടോ എന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കാൻ ഞാൻ റെഡിയായിരുന്നു. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അല്ലാത്തവർക്ക് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മരുന്ന് നൽകി ഫണ്ട് തീർത്ത് പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ കൗൺസിലർ റജീന ഷൈജൽ പറഞ്ഞു. നമ്മുടെ നഗരസഭ 2020-21 ബജറ്റിൽ നമ്മുടെ സാന്ത്വനം പാലിയേറ്റീവ് കെയർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കിഡ്നി അതുപോലെ ക്യാൻസർ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി തുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതി കാലയളവ് കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ തുക തീർന്നു പോയി എന്ന ഒരു പ്രശ്നം കഴിഞ്ഞ കൗൺസിലിൽ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അത് കേട്ടപ്പോൾ ശരിക്കും നല്ല വിഷമം തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മളൊരു ഇത്രയും നിരാലംബരായ പേഷ്യൻസിന് വേണ്ടിയിട്ട് വെച്ച തുക അതിൻ്റെ ആ ഒരു കാലയളവ് പൂർത്തിയാവുന്നതിന് മുമ്പ് കഴിയുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലായി പല ബജറ്റുകളിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത്തരം പേഷ്യൻസിന് തുക വകയിരുത്തണം എന്നുള്ളത്. കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും ഫണ്ട് തീർന്നു പോയെന്നും അധികമായി തുക അനുവദിക്കണമെന്നും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം വേദനയുണ്ടാക്കുന്നതായിരുന്നു. കാരണം ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതു മുതൽ 3 ബഡ്ജറ്റ് ചർച്ചകളിലും പാവപ്പെട്ട കിഡ്നി ക്യാൻസർ രോഗികൾക്ക് മരുന്നിന് തുക വകയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5ാം ബഡ്ജറ്റിലെങ്കിലും തുക വകയിരുത്തിയത്. ശരിക്കും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയൂല. ഇതിനെതിരെ അന്വേഷണം എന്തായാലും നടത്തിയേ തീരുള്ളൂ. ഇതിനുള്ള തെളിവുകൾ ഞാൻ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാക്കാൻ ഞാൻ റെഡിയാണ്. എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുടെ നല്ല പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്തിയിട്ട് ഈ പദ്ധതികൾ അവതാളത്തിലാക്കരുത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതി കാലയളവ് തീരുന്നതുവരെ ഗുണഭോക്താക്കൾക്ക് മുഴുവൻ മരുന്നും ലഭ്യമാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. അനാവശ്യമായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളുണ്ടാക്കി പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കരുതെന്നും റജീന ഷൈജൽ ആവശ്യപ്പെട്ടു. CCN പെരിന്തൽമണ്ണ. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭാ ചെയർമാനുള്ള NTV UAE ബെസ്റ്റ് ടൗൺ മേക്കർ അവാർഡ് 2020 പുരസ്കാരദാനം നടന്നു. പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ പുരസ്കാരദാനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും പെരിന്തൽമണ്ണ നഗരസഭയിൽ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കിയതിനാണ് അവാർഡ്. വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും പ്രവാസക്ഷേമത്തിന് ഊന്നൽ നൽകുന്നതിനും മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരഭരണാധികാരിക്കുള്ള NTV UAE ബെസ്റ്റ് ടൗൺ മേക്കർ അവാർഡ് 2020 പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം അർഹനായത്. കേരളത്തിലെ 87 നഗരസഭകളുമായും താരതമ്യം ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിൽ കാലതാമസം വരാതെ പൂർത്തിയാക്കിയ പദ്ധതികൾ തികച്ചും വ്യത്യസ്തവും ഭാവനാസമ്പന്നവുമാണ് എന്ന് കമൽ അഭിപ്രായപ്പെട്ടു. അതുമായിട്ട് അവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും NTV UAE മലയാളം BPയുടെ ചെയർമാനും MDയുമായ ശ്രീ മാധുക്കുട്ടി അടോൺ, ക്രിയേറ്റീവ് ഹെഡ് ശ്രീ അജയ് ഗോപാൽ, എൻ്റെ പ്രിയ സുഹൃത്ത് ജഗത്ത് ഹരിഗോവിന്ദൻ, പുരസ്കാര ജേതാവ് ശ്രീ M. മുഹമ്മദ് സലീം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ.
പുരസ്കാരദാന ചടങ്ങിൽ NTV UAEയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മാത്തുക്കുട്ടി കാട്ടോൺ, NTV ക്രിയേറ്റീവ് ഹെഡും സംഗീതജ്ഞനും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും സ്ക്രിപ്റ്റ് റൈറ്ററുമായ അജയ് ഗോപാൽ, NTVക്ക് വേണ്ടി ചടങ്ങിന്റെ സംഘാടകനായി പ്രവർത്തിക്കുന്ന ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുരസ്കാര വിജയി കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം എന്നിവർ പങ്കെടുത്തു. 5 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ നഗരസഭാ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് അവാർഡെന്ന് ചെയർമാൻ M. മുഹമ്മദ് സലീം പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. സമാപനത്തിനോടനുബന്ധിച്ച് നഗരസഭാ ചെയർമാൻമാരെയും കൗൺസിലർമാരെയും അനുമോദിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുള്ള ആദ്യ സെഷൻ കൗൺസിൽ ഹാളിൽ ചേർന്നു. 1995 നഗരസഭയായതിനു ശേഷം നഗരസഭാ കൗൺസിലിൽ സേവനമനുഷ്ഠിച്ച മുൻ ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവരാണ് ലളിതമായ ചടങ്ങിൽ ഒത്തുചേർന്നത്. കഴിഞ്ഞ 25 വർഷ കാലയളവിൽ നഗരം നേടിയ നേട്ടങ്ങൾ സ്വന്തം അനുഭവത്തിൽ മുൻ ജനപ്രതിനിധികൾ ഓർത്തെടുത്തു. തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ കൗൺസിൽ നഗരസഭ ഗവൺമെന്റ് കുറച്ച് ദിവസമായിട്ട് അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അവസരം ഇങ്ങനെ വന്നു ചേർന്നതുള്ളൂ. വളരെ സുന്ദരമായ ഭംഗിയുള്ള നല്ല വിശാലമായ അന്തരീക്ഷത്തിലുള്ള ഒരു നഗരസഭ സമുച്ചയം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ 95 പുതിയ നഗരസഭ കൗൺസിൽ അധികാരികളുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായി ചെയർമാൻമാർ, കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരായ 89 പേരാണ് ചടങ്ങിനെത്തിയത്. ചടങ്ങിൽ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ KT പ്രേമലത, രണ്ടാമത്തെ ചെയർമാൻ KT നാരായണൻ, മുൻ ചെയർമാൻമാരായ K. സുധാകുമാരി, നിഷി അനിൽരാജ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർക്കെല്ലാം ചടങ്ങിൽ ഷീൽഡ് നൽകി സ്നേഹാദരം സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും സ്നേഹാദരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചെയർമാൻ, വൈസ് ചെയർമാനായിട്ട് ഒരു വർഷമാണ്. പിന്നീട് നിശ്ചയിന്റെ ചെയർമാനായി ഞാൻ വൈസ് ചെയർമാനായി 4 വർഷം ഈ കൗൺസിലിൽ. അതിനുശേഷം 2015 ഞാൻ ചെയർമാനായി, നിശ്ചയിന്റെ വൈസ് ചെയർമാനായി നിലവിലുള്ള കൗൺസിൽ നാളെ 11-ാം തീയതി 12 മണിയോടുകൂടി കാലാവധി അവസാനിക്കും. വൈസ് ചെയർപേഴ്സൺ നിഷി അനിൽരാജ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി S. അബ്ദുൾ സജീവ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ കേരള ദലിത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ചോലയിൽ വേലായുധന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. VT ബൽറാം MLA സമരം ഉദ്ഘാടനം ചെയ്തു. വാളയാറിൽ ദളിത് ബാലികമാരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് CBI ഏൽപ്പിക്കുക, പോലീസ് പ്രോസിക്യൂഷൻ നടപടികളിലെ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ദളിത് ഫോറം സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ചോലയിൽ വേലായുധന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ സമീപത്തെ ദളിത് ഫോറം താലൂക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു സമരം നടത്തിയത്. VT ബൽറാം MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ആരോപണ വിധേയരായിട്ടുള്ള പ്രതികൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അതൊക്കെ ഇന്ന് ഒരുപാട് ചർച്ചയായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതികളെ ജാമ്യത്തിലെടുക്കാൻ ആദ്യം ചെന്നത് പോലും ഈ നാട് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. സ്വാഭാവികമായി അവിടം തൊട്ട് പോലീസിന്റെ മേൽ വലിയൊരു സമ്മർദ്ദം വരികയാണ്. ഈ അന്വേഷണം ഏത് ദിശയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ ആ ഘട്ടം മുതൽ നൽകപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കേസ് പൂർണ്ണമായി അട്ടിമറിക്കുന്ന തരത്തിൽ ശരിയാവണ്ണമുള്ള അന്വേഷണം നടത്താതെ, സാക്ഷിമൊഴികൾ വേണ്ട രീതിയിൽ രേഖപ്പെടുത്താതെ ആ നിലയ്ക്കാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് രക്ഷപ്പെടേണ്ടവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള നല്ല പഴുതൊരുക്കി ഒരു കുറ്റപത്രം പോലീസ് തയ്യാറാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. P. പ്രസാദ് അധ്യക്ഷനായിരുന്നു. ചോലയിൽ വേലായുധൻ, സജിത് ആറ്റശ്ശേരി, CK വിജയൻ, MP അനീഷ്, P. പ്രസാദ്, KT കുഞ്ഞുണ്ണി തുടങ്ങിയവർ
പങ്കെടുത്ത് സംസാരിച്ചു. വൈകിട്ട് മുൻ യുവജന കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ ശിവരാമൻ സമരത്തിന് സമാപനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.